എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കടച്ചക്കക്കറി. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ശീമച്ചക്ക, കടച്ചക്ക, കടപ്ലാൻ ചക്ക എന്നൊക്കെ ഈ പഴത്തെ അറിയപ്പെടുന്നു. ആദ്യം നമുക്ക് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള കടച്ചക്ക വൃത്തിയാക്കി എടുക്കാം. കടച്ചക്കയുടെ കറ കയ്യിൽ പറ്റാതിരിക്കുന്നതിനായിട്ട് കയ്യിൽ അല്പം എണ്ണയും കൂടെ പുരട്ടി കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ നമ്മൾ കടച്ചക്ക ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തു. ഇനി നമുക്ക് ഈ കടച്ചക്ക അരിഞ്ഞത് വേവിച്ചെടുക്കാം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോഴാണ് കടച്ചക്ക അരിഞ്ഞത് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 3 സവാള അരിഞ്ഞെടുത്തത്, 3 പച്ചമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കടച്ചക്ക വളരെ എളുപ്പം തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ഒരു കടച്ചക്കയുടെ പകുതിയാണ് നമ്മൾ ഇവിടെ കറി വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടച്ചക്ക ഒന്ന് വെന്ത് വരട്ടെ, നമുക്ക് അതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം അതിലേക്ക് ഒരു അല്പം കുരുമുളക്, ഒരൽപ്പം പെരിഞ്ജീരകം, 1 കറുവാപ്പട്ടയുടെ കഷ്ണം, 2 വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഏകദേശം ഈ കളറൊക്കെ ആകുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് വറുത്തെടുത്ത തേങ്ങ അടുപ്പത്ത് നിന്ന് ഇറക്കാം. അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കടച്ചക്ക നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് വെന്ത് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ കറിയിലേക്ക് ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന വറുത്തരച്ച തേങ്ങയും കൂടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ കടച്ചക്ക കറി കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇത് വേവും തോറും വീണ്ടും കൂടുതൽ കടച്ചക്ക കറിയിലേക്ക് ഉടഞ്ഞു ചേർന്ന് കറിയുടെ കൊഴുപ്പ് കൂടും. പിന്നെ ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് നമ്മുടെ കടച്ചക്ക കറി അടുപ്പത്ത് നിന്നും ഇറക്കി വയ്ക്കാം. ഇനി അതിലേക്കൊന്ന് കടുക് പൊട്ടിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് കടുക്, ചെറിയുള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവയൊക്കെ ചേർത്ത് ഏകദേശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഈ ചേരുവയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ കടച്ചക്ക കറി തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണിത്. ശരിക്കും ഇറച്ചിക്കറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ കിട്ടും. ചൂടാറിയതിന് ശേഷം കടച്ചക്ക കറി ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അരിപ്പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കടച്ചക്ക കറി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് കടച്ചക്ക കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.